ാണ് മറ്റ് ഇമാമുകളെ തള്ളുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ഇവിടെ കേരളത്തിൽ ഭൂരിഭാഗം ഷാഫിയാക്കളാണ്. അപ്പൊ ഹനഫി ഇമാമിന്റെ ആളുകൾ ഒരു 5, 3, 8 ആളുണ്ടാവും. ഇങ്ങനെ 5 മണിക്ക് തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ. അപ്പൊ അബു ഹനീഫ ഇമാമൊക്കെ ഇപ്പൊ മരിച്ച ആൾക്കാരെല്ലാം കേൾക്കും കാണുന്നതാണല്ലോ. മൂപ്പരിങ്ങനെ സങ്കടപ്പെടുന്നുണ്ടാവും. പെരിന്തൽമണ്ണയിൽ ഇപ്പൊ നമ്മളെ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ആള് മാത്രം. മരിച്ചുപോയ ആളുകള് ഹയാത്തുള്ളവനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സങ്കടം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ മഹാന്മാരായ ഇമാമുകൾ എന്താ പറയുന്നത്? ഒരിക്കലും തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് അന്ധമായി സ്വീകരിക്കേണ്ട. പ്രമാണങ്ങളുടെ പിമ്പലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ നോക്കൂ സഹോദരന്മാരെ, പിന്നെ നമ്മൾ പറയലോ, ഇപ്പൊ ഇവര് ഹദീസ് ലഭ്യമാവാത്തതിന്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുള്ളത്, പടച്ചോനെ ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസൊക്കെ നിങ്ങൾക്ക് കിട്ടിയതോ? എന്താണ് ഈ പറയുന്നത്? അഹങ്കാരത്തിനും വേണ്ടി ഒരു അതിലും വരുമ്പോ ഒക്കെ ഷാഫി ഇമാം ആരാ? ആ ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് വഹാബിക്ക് കിട്ടീന്ന്. ഓന്റെ ഒരു അഹങ്കാരത്തിന്റെ പോക്ക് അതാണ്. എല്ലാ മൗലൈമാരും ഇബിലീസ് വരെയുള്ള എല്ലാ മൗലൈമാരും വന്നോട്ടെ എന്ന് പറയും വെല്ലുവിളിക്കും. അപ്പൊ അത്രയും ധിക്കാരികളാ മുജാഹിദുകൾ. എന്നാൽ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയോ ഇല്ലേ? എന്താണ് അതിന്റെ അവസ്ഥ? ഷാഫി ഇമാമിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി എന്താണ് മഹാനവരുടെ അവസ്ഥ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഷാഫി ഇമാമിന്റെ ഉമ്മിലെ ഉദ്ധരണികൾ, അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ പരിശോധിച്ച് ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇമാമിന് ഹദീസ് കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് സുബഹിക്ക് പറയൽ സുന്നത്തില്ല എന്നാ ഇമാം ഷാഫി പറയുന്നത്. ലാ ഉഹിബ്ബു തസ്വീബ ഫി സുബ്ഹി വലാ ഫി ഗൈരിഹാ, സുബഹിക്കും അല്ലാത്തപ്പോഴും അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു മൊല്ലാക്കാക്ക് നോമ്പിന് ആളുകൾ ദൂരസ്കരിച്ചിട്ട് ഇങ്ങനെ പള്ളിയിൽ തലകും ബലവും കിടക്കുക, അസറിന് ബാങ്ക് കൊടുക്കാൻ വന്ന് നോക്കുമ്പോ ഒരു അസ്സലാത്തു ഖൈറും മിനൻ നൗം കാഴ്ച തെറ്റില്ല തോന്നി. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇമാം ഷാഫി. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ഷാഫി മദബിലെ ഏതെങ്കിലും പള്ളികളിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഒഴിവുണ്ടോ? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും പടിഞ്ഞു വാങ്ങി. വാണിയമ്പലം പള്ളിയിൽ ഒരിക്കൽ സുബഹിക്ക് മുക്രിയാക്ക ബാങ്ക് വിളിച്ചപ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം മറന്നു. അപ്പൊ അടുത്തുണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ താമസിക്കുന്നത്. രാവിലെ ഒരു 8 മണിക്ക് കടയിൽ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല ഒന്ന് സുബീന്റെ ബാങ്ക് ഇത് എന്തോ ഒന്ന് പോയല്ലോ മൂപ്പര്. അപ്പൊ അത്രയും ഇവിടെയുള്ള ഇതര സമൂഹത്തിന് വരെ ഇത് പഠിപ്പിച്ചു കൊടുത്തു. ലോകം എല്ലാം ഇത് പരിചയപ്പെട്ടു. ഇവര് പറഞ്ഞിട്ടാ. കാരണം 5, 3, 8 വഹാബി പറഞ്ഞാൽ അത്ര തന്നെയാണ് പിടിക്കൂല്ലോ. ഇവരെല്ലാവരും വാടെ കൂടി അസ്സലാത്തു ഖൈറും മിനൻ നൗം പറഞ്ഞു. ഷാഫി ഇമാം ഇത് പാടില്ല എന്നാ പറഞ്ഞത്. ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ മഹാനവരികൾ പറയുന്നു, നമ്മൾ നമസ്കരിക്കുമ്പോ ഉറക്കെ ആമീൻ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉറക്കെ ആക്കേണ്ട നമസ്കാരത്തിൽ ലാ ഉഹിബ്ബു അൻ യജ്ഹറു ബിഹാ, മഅ്മൂമുകൾ ഉറക്കെ ആമീൻ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ മുജാഹിദ് പള്ളികളല്ലാത്ത മുഴുവൻ പള്ളികളിലും ആമീൻ ഉറക്കെ പറയുന്നില്ലേ? എല്ലാവരും പറയുന്നു. അതുപോലെ തന്നെ മഹാനവരുകൾ പറയുന്നു, 2 വയസ്സിൽ താഴെയുള്ള പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫായ നജസാണ് എന്ന് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. മഹാനവരുകൾ പറയുന്നു, അങ്ങനെ ഒരു ഫർക്കേ ഇല്ല, അങ്ങനെ ഒരു വ്യതിരക്തത 2 മൂത്രത്തിന്റെയും ഇടയിൽ ഇല്ല. രണ്ടും സെയിം. ഷാഫി ഇമാം അതാ പഠിപ്പിക്കുന്നത് തന്റെ മുമ്പിൽ. ഇങ്ങനെ വളരെ കൃത്യമായി ഇമാം ഷാഫി ഈ രൂപത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് പിന്നെ ഇവരെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയാനുണ്ടായ ഇവർക്കുണ്ടായ ചേതോ വികാരം എന്താ? അന്വേഷിക്കേണ്ടതാണ്. ഞാനൊരു ബസ്സിൽ ഇങ്ങനെ പോരുമ്പോ പിന്നെ കാര്യമായൊരു വലിയൊരു ആലിം ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ തർക്കിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയേണ്ട ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവരോട് ഷാഫി ഇമാമിന്റെ ഖൗല് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർക്ക് തർജീഹിന്റെ മുജ്തഹിദുകൾ, അതുപോലെ തന്നെ ഫത്വന്റെ മുജ്തഹിദുകൾ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ആ മദ്ഹബിലെ മുഅ്തമദ് എന്താണെന്ന് ഓൽക്കേ അറിയുള്ളൂ. പടച്ചോരെ, ഞാൻ പറഞ്ഞു, മൊയ്ലിയാരെ ഇതിപ്പോ നിങ്ങൾ ഇന്നോട് പറയാൻ പറ്റൂലല്ലോ, സാധാരണക്കാരോട് പറഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം മിണ്ടൂല. ഇത് മുഅ്തമദ് ഷാഫി ഇമാമിന്റെ ഖൗലിന്റെ മഅന മനസ്സിലാവുക എന്നൊക്കെ എന്നോട് പറഞ്ഞത് ശരിയായില്ല. കാരണം മഹാനായ ഇമാം നവവി തന്റെ ശർഹുൽ മുഹദബിന്റെ 3-ാം വാല്യം 31-ാം പേജ് പറയുന്നത്, വസഹ്ഹാനി ശാഫി റളിയല്ലാഹു അൻഹു ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗമിന്റെ ഇങ്ങനെയുള്ള സകല കാര്യവും പറഞ്ഞിട്ട് ഇമാം നവവി എന്താ പറയുന്നോ, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് ഹദീസ് സഹിയായാൽ, പ്രമാണങ്ങൾ കിട്ടിയാൽ നിങ്ങൾ അതാ സ്വീകരിക്കേണ്ടത്. എന്നിട്ട് ഇമാം നവവി പറയുന്നു, വഹാദാ കുല്ലുഹു മഅൽ ഖായിദത്തിൽ ആമ്മ
അല്ലത്തി ഔസാ ബിഹ ശാഫി ഇദാ സഹൽ ഹദീതു ഖിലാഫ ഖൗലിഹി യുതറകു ഖൗലുഹു വയുഅമലു ബിൽ ഹദീസ്. നബി പറയാ, ശാഫി ഇമാം പറഞ്ഞിട്ട് ഹദീസോ പ്രമാണം നിങ്ങൾക്ക് കിട്ടിയാൽ അത് സ്വീകരിക്കണം, എന്റെ വാക്ക് നിങ്ങൾ തള്ളണം. അതുകൊണ്ട് ഫൽ നഅമൽ ബിഹാദാ ഫീ മസ്അലത്തി തസ്വീബി വഫീ ഗൈരിഹാ, അസ്സലാത്തു ഖൈറും മിനഹുവിന്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതാ സ്വീകരിച്ചിട്ടുള്ളത്. ഷാഫി ഇമാമിന് കിട്ടാത്ത പ്രമാണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിന്റെ പിമ്പലത്തോടു കൂടെയാണ് ഷാഫി ഇമാമിന്റെ വാക്കിനെ നമ്മൾ മാറ്റിവെച്ചത്. നവവിയ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ ഇട്ടില്ലേ, പക്ഷെ അത് ഉണ്ടോ എന്നൊന്ന് നോക്കണം. നിങ്ങൾ വഹാബി പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല അത്രേ. പല സ്ഥലങ്ങളിലും ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങളാ കേൾക്കാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇമാം നവവിയ പറഞ്ഞത് ഹദീത്ത് കിട്ടാത്തതിന്റെ മേൽ മഹാനവറുകൾ പറഞ്ഞത് കൊണ്ട് അത് നമുക്ക് ഹദീത്തിന്റെ പിമ്പലമുള്ളത് നമ്മൾ സ്വീകരിക്കണം. അതാണ് ഷാഫി മദ്ഹബ്. നോക്കൂരിങ്ങൾ, അപ്പൊ ഷാഫി മദ്ഹബ് എന്താ? മുജാഹിദുകളായ ആളുകൾ പറയുന്നതാണ് ഷാഫി മദ്ഹബ്. നവവി അതാ പഠിപ്പിച്ചത് തന്റെ ശറഹുൽ മദ്ഹബിൽ. ഇവരെന്ത് ചെയ്യും? ഹദീസുകൾ വല്ലതും ഷാഫി ഇമാമിന് എതിരായി കണ്ട അതിനെ ഷാഫി ഇമാമിന് ഒപ്പിച്ച് കൈകാര്യം ചെയ്യണം. ഷാഫി ഇമാമിന് അനുകൂലമായിട്ട് ഹദീസിനെ നമ്മൾ വ്യാഖ്യാനിക്കണം. അതിപ്പോ മുജാഹിദിനെ കൊണ്ടൊന്നും കഴിയൂല. കിതാബ് ഓതിപ്പടിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പൊ അതൊക്കെ അറിയുള്ളൂ. അള്ളാന്റെ റസൂലിനെ ഷാഫി ഇമാമിന്റെ വാലിമ കെട്ടുകയാണർത്ഥം. ഹദീസ് ഷാഫി ഇമാമിന് എതിരായി വന്നാൽ ആ ഹദീസിനെ ഷാഫി ഇമാമിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കണം. ഇപ്പൊ ബറാത്ത് രാവിനെ പറ്റി ഒരു ഹദീസ് ഉണ്ട്, കള്ള ഹദീസാ. എന്താ? ആയിഷ ബീവിയും പ്രവാചകനും രാത്രി കിടന്നുറങ്ങുമ്പോ പ്രവാചകരെ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ബറാത്ത് രാവിന്റെ തലേ വെള്ളിയാഴ്ച വെള്ളിയിൽ നിന്ന് കേൾക്കുന്ന വയലാണത്. ആയിഷ റളിയല്ലാഹു അൻഹ തപ്പി നോക്കുന്നു, എവിടെ പ്രവാചകൻ? നോക്കുമ്പോ എന്താ? മഹാനവർ തൊട്ടപ്പുറത്തുണ്ട്, സുജൂദ് കിടക്കുക. ആയിഷ ബീവി ഇങ്ങനെ കുറെ കാത്തിരുന്നു, എണീക്കുന്നുള്ള ഇലക്ക് എണീക്കുന്നില്ല. മഹദി വിചാരിച്ചു അന്നഹു ഖദ്